നമസ്തേ പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Minister has no locus standi to write letter to the governor. Here, the minister is writing letter that such and such should be appointed. But for me, it is not possible. VC നിയമനത്തിൽ ഗവർണർക്ക് കത്തെഴുതാൻ മന്ത്രി ആർ ബിന്ദുവിന് അധികാരമില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മന്ത്രിക്ക് മറുപടി പറയലല്ല തന്റെ ജോലി. ചാൻസലർ സ്ഥാനം ഒഴിയുന്ന തീരുമാനത്തിൽ മാറ്റമില്ലെന്നും ഗവർണർ. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പുനർനിയമനത്തിനെതിരായ അപ്പീലിൽ വിശദവാദം കേൾക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. മന്ത്രി ബിന്ദുവിന്റെ രാജി ആവശ്യപ്പെട്ട് മാർച്ച് നടത്തിയ ABVP പ്രവർത്തകരെ തല്ലിച്ചതച്ച് പോലീസ്. സംസ്ഥാനത്ത് ഒമിക്രോൺ ഭീതി വർദ്ധിക്കുന്നു. പുതുതായി രോഗം സ്ഥിരീകരിച്ചത് UAE-യിൽ നിന്നും എറണാകുളത്തെത്തിയ 2 പേർക്ക്. സംസ്ഥാനത്ത് രോഗബാധിതർ 7 കൊറോണ നഷ്ടപരിഹാര വിതരണത്തിൽ കേരളത്തിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. നഷ്ടപരിഹാര വിതരണത്തിൽ കേരളത്തിന്റെ സ്ഥിതി പരിതാപകരം. അപേക്ഷിച്ച എല്ലാവർക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ 50,000 രൂപ സഹായം നൽകണമെന്നും സുപ്രീം കോടതി. ജനറൽ ബിപിൻ റാവത്തിനെയും വീര ജവാന്മാരെയും അപമാനിച്ചതിൽ കടുത്ത വിമർശനവുമായി കേന്ദ്രമന്ത്രിമാർ. ദേശവിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷം. CPM-ന് എക്കാലവുമുള്ളത് വീര സൈനികരെ അപമാനിക്കുന്ന നിലപാടെന്നും കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖറും B. മുരളീധരനും. മെട്രോമാൻ E. ശ്രീധരൻ BJP-ക്കൊപ്പമെന്ന് സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. E. ശ്രീധരന്റെ വാക്കുകൾ പാർട്ടിക്ക് ഏറെ വിലപ്പെട്ടത്. പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാത്തത് ആരോഗ്യം അനുവദിക്കാത്തതുമൂലം E. ശ്രീധരനുമായി ചർച്ച നടത്തി K. സുരേന്ദ്രൻ. മോൺസൺ കേസിൽ ക്രൈംബ്രാഞ്ചും ED-യും സഹകരിച്ച് അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി. ED സാമ്പത്തിക വിഷയങ്ങളും ക്രൈംബ്രാഞ്ച് മറ്റു കാര്യങ്ങളും അന്വേഷിക്കണം. മോൺസൺ കേസിൽ കോടതിക്കെതിരെയുള്ള മുൻ മജിസ്ട്രേറ്റ് സുദീപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അന്വേഷണം നിർദ്ദേശിച്ച് ഹൈക്കോടതി. സുദീപും മോൺസണുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നും കോടതി. കേരളത്തിലും ബംഗാളിലും ഇസ്ലാമിക ഭീകര സംഘടനകൾ പിടിമുറുക്കിയെന്ന് അമേരിക്ക. IS-മായി ബന്ധപ്പെട്ട കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സംസ്ഥാനങ്ങളിൽ. IS അൽ ഖ്വയ്ദ ബന്ധത്തിൽ പിടിയിലായത് 100-ലധികം പേർ. ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളെ പ്രകീർത്തിച്ച് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട്. വിശദമായ വാർത്തകളിലേക്ക്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. VC നിയമനത്തിൽ ഗവർണർക്ക് കത്തെഴുതാൻ മന്ത്രിക്ക് അധികാരമില്ല. മന്ത്രിക്ക് മറുപടി പറയലല്ല തന്റെ ജോലിയെന്നും ഗവർണർ. ചാൻസലർ സ്ഥാനം ഒഴിയുന്ന തീരുമാനത്തിൽ മാറ്റമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Minister has no locus standi to write letter to the governor. Here, the minister is writing letter that such and such should be appointed. You can ask me why I signed the letter. I signed because I did not wish to enter into conflict with I have no intention. Now, after giving responsibility not to the government but to the governor, and then interference continues, I find it difficult to continue as chancellor. My job is not to respond to what she says. That is not my job. Whatever I had to say, I have said in my letter. I have requested that you bring an ordinance, you become the chancellor, let anybody become the chancellor. But for me, it is not possible to see this kind of political interference in the working of the. I have already said it. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറുടെ പുനർനിയമനം ചോദ്യം ചെയ്തുള്ള അപ്പീലിൽ സർക്കാർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. ചാൻസലർ കൂടിയായ ഗവർണർക്ക് പ്രത്യേക ദൂതൻ വഴിയാണ് നോട്ടീസ് അയച്ചത്. സർവകലാശാല സെനറ്റ് അംഗവും അക്കാദമിക് കൗൺസിൽ അംഗവും നൽകിയ അപ്പീലിലാണ് നടപടി. കണ്ണൂർ സർവകലാശാല VC പുനർനിയമനം ചോദ്യം ചെയ്ത് സെനറ്റ് അംഗം പ്രേമചന്ദ്രൻ കീഴോത്തും അക്കാദമിക് കൗൺസിൽ അംഗം ഷിനോ പി ജോസും നൽകിയ അപ്പീലിലാണ് സർക്കാരും ഗവർണറും അടക്കമുള്ള എതിർകക്ഷികൾക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്.
അപ്പീൽ ഹർജിയിലെ 4ാം എതിർകക്ഷിയായ വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പക്ഷേ നോട്ടീസില്ല. സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർക്ക് പ്രത്യേക ദൂതൻ മുഖേനയാണ് നോട്ടീസ് അയക്കാൻ കോടതി നിർദ്ദേശം നൽകിയത്. ഹർജിയിൽ നിലപാടറിയിക്കാനും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് എതിർകക്ഷികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറുടെ നിയമനം ശരിവെച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് ഹർജിക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാതെയും പ്രായപരിധി ലംഘിച്ചും നിയമനം നൽകിയത് ചട്ടവിരുദ്ധമാണെന്നാണ് അപ്പീലിലെ വാദം. നടപടിക്രമങ്ങൾ പാലിച്ചാണോ VC നിയമനം നടത്തിയതെന്ന് സർക്കാരും സർവകലാശാലയും കോടതിയിൽ വ്യക്തമാക്കേണ്ടിവരും. ആദ്യ നിയമനവും പുനർനിയമനവും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും അതിനാൽ ആദ്യ നിയമനത്തിലെ നടപടിക്രമങ്ങൾ പുനർനിയമനത്തിൽ പാലിക്കേണ്ടതില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് സിംഗിൾ ബെഞ്ച് നേരത്തെ ഹർജി ഫയലിൽ സ്വീകരിക്കാതെ തള്ളിയത്. ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നാണ് അപ്പീലിലെ ആവശ്യം. അപ്പീലിൽ അടുത്ത മാസം ജനുവരി 12-ന് ഡിവിഷൻ ബെഞ്ച് വിശദവാദം കേൾക്കും. ജനം, കൊച്ചി. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ABVP സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിനു നേരെ പോലീസ് അതിക്രമം. പ്രവർത്തകരെ പോലീസ് വളഞ്ഞിട്ട് ആക്രമിച്ചു. നിരവധി പ്രവർത്തകർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു. അതേസമയം മന്ത്രിയെ തെരുവിൽ നേരിടുമെന്ന് ABVP പറഞ്ഞു. കണ്ണൂർ സർവകലാശാല VC നിയമനത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു സ്വീകരിച്ച നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മന്ത്രി സ്ഥാനത്തിരിക്കാൻ യോഗ്യയല്ലെന്നും മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ് ABVP ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. പ്രകോപനമില്ലാതെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജലപീരങ്കി പ്രയോഗത്തിൽ പരിക്കേറ്റ പ്രവർത്തകനെ ആശുപത്രിയിലേക്ക് മാറ്റാത്തതിൽ പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് വളഞ്ഞിട്ട് ആക്രമിച്ചു. ലാത്തി വീശി പ്രവർത്തകരെ പോലീസ് അടിച്ചോടിച്ചു. ABVP സംസ്ഥാന സെക്രട്ടറി NCT ശ്രീഹരി, ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അരവിന്ദ്, മനോജ്, ജില്ലാ സെക്രട്ടറി സ്റ്റെഫിൻ എന്നിവർക്കാണ് ലാത്തിചാർജിൽ പരിക്കേറ്റത്. അതേസമയം പ്രതിഷേധം തുടരുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ തെരുവിൽ നേരിടുമെന്നും ABVP വ്യക്തമാക്കി. വരും ദിവസങ്ങളിലും ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് ABVP, യുവമോർച്ച ഉൾപ്പെടെയുള്ള സംഘടനകളുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്ത് 2 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചു. UAE-യിൽ നിന്നും എറണാകുളത്തെത്തിയ ദമ്പതികളിലാണ് ഒമിക്രോൺ വകഭേദം കണ്ടെത്തിയത്. ഇതോടെ സംസ്ഥാനത്ത് ആകെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 7 ഡിസംബർ 8-ന് ഷാർജയിൽ നിന്നുള്ള വിമാനത്തിലാണ് ദമ്പതികൾ എറണാകുളത്തെത്തിയത്. UAE ഹൈറിസ്ക് രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിനാൽ ഇവർ സ്വയം നിരീക്ഷണത്തിലായിരുന്നു. 11, 12 തീയതികളിൽ നടത്തിയ പരിശോധനയിലാണ് കൊറോണ പോസിറ്റീവായത്. 54 യാത്രക്കാരാണ് ദമ്പതികൾ സഞ്ചരിച്ച വിമാനത്തിലുണ്ടായിരുന്നത്. ഇവരുമായി അടുത്ത സമ്പർക്കം പുലർത്തിയിട്ടുള്ളവരെ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇതോടെ ഹൈറിസ്ക് അല്ലാത്ത രാജ്യങ്ങളിൽ നിന്നും വന്ന 3 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഇതുവരെ ആകെ 7 പേരിലും ഒമിക്രോൺ വകഭേദം കണ്ടെത്തി. ഹൈറിസ്ക് അല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഒമിക്രോൺ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ സ്വയം നിരീക്ഷണ വ്യവസ്ഥകൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. കൊറോണ ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാത്തതിൽ കേരള സർക്കാരിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. 40,000-ത്തിലധികം കൊറോണ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനത്ത് വെറും 548 പേരുടെ കുടുംബങ്ങൾക്കാണ് നഷ്ടപരിഹാരം നൽകിയത്. കോടതി നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും കോടതി സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകി. കൊറോണ ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചത്. 40,000-ത്തിലധികം മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഇതുവരെ വെറും 548 പേരുടെ കുടുംബത്തിന് മാത്രമാണ് നഷ്ടപരിഹാരം നൽകിയത്. കേരളത്തിന്റെ സാഹചര്യം വളരെ പരിതാപകരമാണെന്നും നഷ്ടപരിഹാരത്തിന് അപേക്ഷിച്ച എല്ലാവർക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ 50,000 രൂപയുടെ സഹായം നൽകണമെന്നും ജസ്റ്റിസുമാരായ MR ഷാ, BV നാഗരത്ന എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. കോടതി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയില്ല
നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും കോടതി സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകി. 40,855 കൊറോണ മരണങ്ങളാണ് ഇതുവരെ കേരളത്തിൽ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 10,777 പേരുടെ ബന്ധുക്കളാണ് ഇതുവരെ നഷ്ടപരിഹാരത്തിന് അപേക്ഷ നൽകിയത്. അതിൽ 1,948 പേർക്ക് അർഹതയുള്ളതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും ബാക്കി അപേക്ഷകൾ പരിശോധിച്ചു വരികയാണെന്നും സംസ്ഥാന സർക്കാർ കോടതിയിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ കോടതി നഷ്ടപരിഹാരം വിതരണം ചെയ്യാൻ ഗുജറാത്ത് മോഡലിൽ മാധ്യമങ്ങളിൽ പരസ്യം നൽകാനും പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാനും നിർദ്ദേശിച്ചു. ജനം, ഡൽഹി. മെട്രോമാൻ ഇ ശ്രീധരനുമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സൗഹൃദ സംഭാഷണം നടത്തി. ഇ ശ്രീധരന്റെ വാക്കുകൾ പാർട്ടിക്ക് ഏറെ വിലപ്പെട്ടതാണ്. അദ്ദേഹം എപ്പോഴും ബി.ജെ.പിയോടൊപ്പം ഉണ്ടാകുമെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. ഇ ശ്രീധരന്റെ പൊന്നാനിയിലെ വസതിയിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. സജീവ രാഷ്ട്രീയത്തിലില്ലെന്ന ഇ ശ്രീധരന്റെ വാക്കുകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതിനു പിന്നാലെയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ സൗഹൃദ സംഭാഷണത്തിനെത്തിയത്. ശ്രീധരന്റെ വാക്കുകൾ വിലമതിക്കാനാകാത്തതാണെന്നും അദ്ദേഹം എപ്പോഴും പാർട്ടിയോടൊപ്പം ഉണ്ടാകുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുരേന്ദ്രൻ പറഞ്ഞു. അദ്ദേഹം രാജ്യം മുഴുവൻ ആദരിക്കുന്ന, ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ച ഒരു വ്യക്തിയാണ്. തുടർന്നും അദ്ദേഹത്തിന്റെ സേവനം രാജ്യത്തിനും പാർട്ടിക്കും 100% ഉണ്ടാവും. അദ്ദേഹം കർമ്മനിരതനായിട്ട് ബി.ജെ.പിയോടൊപ്പം ഉണ്ട്. ഇ ശ്രീധരന്റെ നിർദ്ദേശം അനുസരിച്ച് പാർട്ടിയിൽ തിരുത്തൽ വരുത്തുകയാണ്. പ്രായം മാനിച്ചാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശവും അഭിപ്രായങ്ങളും എല്ലാം കേട്ടുകൊണ്ട് തന്നെയാണ് ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ താഴെത്തലത്തിലും പ്രവർത്തകർക്ക് പ്രവർത്തന രീതിയിലും ബഹുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും കൂടുതലായിട്ട് ഞങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ശിഷ്ടകാലം കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ അദ്ദേഹം ചെയ്യും. അദ്ദേഹം പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗമാണ്. ആ നിർവാഹക സമിതി അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹം തുടരുകയാണ്. അദ്ദേഹം ബി.ജെ.പി. നേതാവാണ്. പക്ഷേ സാധാരണ പ്രവർത്തകരെ പോലെ എല്ലാ ദിവസവും ദൈനംദിന പരിപാടികളിലും സമരങ്ങളിലൊന്നും വരാൻ അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യവും ശാരീരികമായിട്ടുള്ള അവശതകളുമാണ് അനുവദിക്കാത്തത്. പൂർണ്ണമായിട്ടും അദ്ദേഹം ബി.ജെ.പിയോടൊപ്പമാണ്. അദ്ദേഹത്തിൻ്റെ സേവനം ഇനിയും പാർട്ടിക്ക് ലഭിക്കും. പാർട്ടിയിൽ പ്രതീക്ഷയുണ്ടെന്ന് ഈ ശ്രീധരനും കൂട്ടിച്ചേർത്തു. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടി വർക്ക് ചെയ്യുന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി തീർച്ചയായിട്ടും. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നാൽ ബി.ജെ.പി. പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയുണ്ട്. ജനം, മലപ്പുറം. കുനൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച സൈനികരെ അപമാനിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും. ബിപിൻ റാവത്തിനെതിരായ പരാമർശങ്ങൾ CPM അനുകൂല സമൂഹ മാധ്യമങ്ങളിലാണ് വരുന്നത്. വീരമൃത്യു വരിച്ചവരെ അവഹേളിക്കുന്നവർക്ക് CPM സംരക്ഷണം നൽകുകയാണ്. മുഖ്യമന്ത്രി കുനൂർ സന്ദർശിക്കണമായിരുന്നുവെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് ഉൾപ്പെടെയുള്ള സൈനികരുടെ മരണത്തെ അവഹേളിച്ചും അപകീർത്തിപ്പെടുത്തിയും നവമാധ്യമങ്ങളിൽ പ്രതികരിച്ചവർക്കെതിരെ ശക്തമായ വിമർശനവുമായാണ് കേന്ദ്രമന്ത്രിമാർ രംഗത്ത് വന്നത്. രാജ്യത്തെ സേവിച്ച സൈനികരെ അപകീർത്തിപ്പെടുന്ന രാഷ്ട്രീയ സംസ്കാരം കേരളത്തിൽ വളർന്നു വരുന്നുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. A political party that is in power in Kerala will insult and denigrate service and the tradition of service that General Rawat represented and hundreds of Malayalis have represented over the decades. സൈന്യത്തെ അപമാനിക്കുന്നവരെ CPM-ഉം സംസ്ഥാന സർക്കാരും സംരക്ഷിക്കുകയാണ്. CPM അനുകൂല നവമാധ്യമ കൂട്ടായ്മകളിലാണ് ഇത്തരം പ്രചാരങ്ങൾ ഏറിയ പങ്കും നടക്കുന്നതെന്നും CPM-ഉം നേതാക്കന്മാരും ഇത്തരം കാര്യങ്ങളുടെ പ്രചാരകരായി മാറുകയാണെന്നും വി മുരളീധരൻ പറഞ്ഞു. Even during this incident also, even though Coimbatore, which is just across the border from Kerala, is a place where the incident happened, the Kerala Chief Minister didn't find time to go there. In fact, for Stalin to travel from Chennai to Coimbatore and for the Kerala Chief Minister to cross over from Kerala, if you compare the two, Kerala Chief Minister should have been the first to reach the site. But he chose to ignore that. സൈന്യത്തെ അപകീർത്തിപ്പെടുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി ശരിയല്ല എന്നും ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാർ പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്, വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനം, ഡൽഹി.
മോൺസൺ മാവുങ്കലിനെതിരായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ക്രൈംബ്രാഞ്ചും സഹകരിച്ച് അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി. കേസിലെ ഹൈക്കോടതി ഇടപെടലിനെ വിമർശിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട പെരുമ്പാവൂർ മുൻ സബ് ജഡ്ജ് എസ് സുദീപിനെതിരെ അന്വേഷണം നടത്താനും നിർദ്ദേശം. പ്രധാനമന്ത്രിയെയും ശബരിമലയെയും നിരവധി തവണ വിമർശിച്ച് പോസ്റ്റിട്ടയാളാണ് ഇടതുപക്ഷ സഹയാത്രികനായ സുദീപ്. ഈ മാസം 23-ന് സുദീപ് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകണം. മോൺസൺ മാവുങ്കലിനെതിരായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ ഇഡിയുടെ അന്വേഷണത്തെ നേരത്തെ സംസ്ഥാന സർക്കാർ തുറന്നെതിർത്തിരുന്നു. ഇക്കാര്യത്തിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കർശന നിലപാടെടുത്തത്. കേന്ദ്ര സംസ്ഥാന വിഷയമായി അന്വേഷണത്തെ കാണേണ്ടതില്ല. കേസ് എൻഫോഴ്സ്മെന്റും ക്രൈംബ്രാഞ്ചും സഹകരിച്ച് അന്വേഷിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. കേസിന്റെ സാമ്പത്തിക വശം ഇഡിയും മറ്റു കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചും അന്വേഷിക്കണം. മോൺസൺ കേസിൽ ആരോപണ വിധേയരായ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതായി സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ IG ലക്ഷ്മണയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് അന്വേഷണം പുരോഗമിക്കുന്ന വേളയിൽ ആവശ്യമെങ്കിൽ നടപടിയെടുക്കുമെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി. അതിനിടെ മോൺസൺ കേസിലെ ഹൈക്കോടതി ഇടപെടലിനെ വിമർശിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട തൊടുപുഴ മുൻ മജിസ്ട്രേറ്റ് സുദീപിന്റെ നടപടിയെയും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിച്ചു. അഭിപ്രായം പറയുന്നതിൽ കോടതിക്ക് എതിർപ്പില്ല, മറിച്ച് നീതിന്യായ വ്യവസ്ഥയിൽ ഇടപെടാനാണ് ശ്രമം. തുടർന്ന് സുദീപിന് മോൺസണുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഹൈക്കോടതി DGPക്ക് നിർദ്ദേശം നൽകി. കൂടാതെ ഹർജി ഈ മാസം 23-ന് പരിഗണിക്കുന്ന വേളയിൽ സുദീപ് നേരിട്ട് ഹാജരായി കോടതി അധികാരപരിധി ലംഘിച്ചതെങ്ങനെയെന്ന് വിശദീകരിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു. മോൺസണുമായി ബന്ധപ്പെട്ട പോക്സോ കേസിൽ പോലീസ് പീഡിപ്പിക്കുന്നുവെന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ ആരോപണം സംബന്ധിച്ച് അന്വേഷണം നടത്താനും കോടതി ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനം, കൊച്ചി. വാഹനത്തിന് പിറകിൽ ഘടിപ്പിക്കുന്ന ട്രെയിലറുകളുടെ സുരക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ 1000 ദിർഹം പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസിന്റെ മുന്നറിയിപ്പ്. ഓരോ വാഹനത്തിനും അനുയോജ്യമായ ട്രെയിലറുകൾ തന്നെ ഉപയോഗിക്കണം. അതിന് പിറകിൽ ബ്രേക്ക് ലൈറ്റുകളും റിഫ്ലക്ടറുകളും സ്ഥാപിക്കണം. പ്രത്യേക നമ്പർ പ്ലേറ്റ് ഇതിനോട് ചേർന്ന് നിർബന്ധമായും ഉണ്ടാകണം. ട്രെയിലറുകൾ ഉപയോഗിക്കുന്നതിനായുള്ള പ്രത്യേക അനുമതി തേടുകയോ മതിയായ സുരക്ഷാ മുൻകരുതലുകൾ കൈക്കൊള്ളുകയോ ചെയ്യാത്ത വാഹന ഉപയോക്താക്കൾക്ക് ഗതാഗത നിയമം ആർട്ടിക്കിൾ 96 പ്രകാരം 1000 ദിർഹം പിഴ ചുമത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. UAE പ്രമുഖ വ്യവസായി മാജിദ് അൽ ഫുതൈം അന്തരിച്ചു. ദുബായിലെ മോൾ ഓഫ് എമിറേറ്റ്സ്, ഗൾഫിലെ കാരിഫോർ റീറ്റെയിൽ ശൃംഖല തുടങ്ങി നിരവധി സ്ഥാപനങ്ങളുടെ സ്ഥാപകനായിരുന്നു മാജിദ് അൽ ഫുതൈം. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ട്വിറ്ററിലൂടെ മരണവിവരം അറിയിച്ചത്. UAEക്ക് പുറമെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും നിരവധി രാജ്യങ്ങളിൽ ഫുതൈം ഗ്രൂപ്പിന് സ്ഥാപനങ്ങളുണ്ട്. ഈ വർഷം ഏപ്രിലിൽ ഫോബ്സിന്റെ 35-ാം വാർഷിക ലോക ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ 10 അറബികളിൽ ഒരാളായി തെരഞ്ഞെടുത്തിരുന്നു. കായിക താരങ്ങളുടെ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കി സംസ്ഥാന സർക്കാർ. പ്രതിഷേധം ശക്തമായതോടെ ചർച്ച നടത്തി താരങ്ങൾക്ക് നിയമനം നൽകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. പ്രശ്നപരിഹാരത്തിന് 8-അംഗ സമിതിയെയും നിയമിച്ചു. അതേസമയം മന്ത്രിയുടെ ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചുവെന്ന് കായിക താരങ്ങളും വ്യക്തമാക്കി. 17 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സമരം ശക്തമായതോടെയാണ് കായിക മന്ത്രി V അബ്ദുറഹ്മാൻ കായിക താരങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറായത്. താരങ്ങളുടെ പ്രധാന ആവശ്യങ്ങൾ മന്ത്രി അംഗീകരിച്ചു. 24 പേർക്ക് ഉടൻ നിയമനം നൽകും. മറ്റ് നിയമനങ്ങളും പരാതികളും പരിശോധിക്കാൻ സ്പോർട്സ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള വിദഗ്ധ സമിതിയെ ഏർപ്പെടുത്തിയതായും മന്ത്രി പ്രതികരിച്ചു. അതിൽ 24 ആളുകളുടെ നിയമനം ഇപ്പോൾ നമ്മൾ അംഗീകരിച്ചാണ്. ഫയൽ ബാക്കിയുള്ളവരുടെ നിയമനങ്ങളിൽ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതോടൊപ്പം തന്നെ ഭാവിയിൽ ഇത്തരം കാര്യങ്ങളുടെ ഒരു ധാരണ ഉണ്ടാക്കാനാണ് കമ്മിറ്റിയെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഉണ്ടാക്കിയ കമ്മിറ്റിയാണ്. ഈ കാര്യങ്ങൾ കമ്മിറ്റി അംഗങ്ങളുമായി സംസാരിച്ച് ഇതിൽ ഭാവിയിൽ കൂടിയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുള്ള നടപടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കായിക മന്ത്രിയുമായി നടത്തിയ ചർച്ച വിജയമെന്നും മന്ത്രിയിൽ നിന്ന് ലഭിച്ച ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചതായും കായിക താരങ്ങൾ പ്രഖ്യാപിച്ചു. ഇനി ഞങ്ങളെ തിരിച്ച് ഇവിടെ കൊണ്ടുവരല്ലേ, ഇനി കൊണ്ടുവന്നാൽ ഞങ്ങൾ എവിടെ ഇട്ട് നിങ്ങൾ ശവമായിട്ടേ കൊണ്ടുപോകുള്ളൂ. അത്രയ്ക്കും ഞങ്ങൾ സങ്കടപ്പെട്ടിട്ടാണ് ഇപ്പോൾ നിങ്ങളൊരു മറുപടി പറഞ്ഞത് സന്തോഷിച്ച് ഞങ്ങളുടെ സാറിനെയും പ്രശംസിച്ച് നമ്മൾ പോവുകയാണ്. അതേസമയം ഉറപ്പ് പാലിക്കണമെന്നും ഇനി കായിക താരങ്ങളെ സമരത്തിന് ഇറക്കരുതെന്നും ഇവർ പറഞ്ഞു. സമരം അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട് അത്രയും നല്ലതുപോലെ ഈ കാര്യങ്ങൾ ഉടൻ തന്നെ നടത്തി തരികയാണെങ്കിൽ വലിയ കാര്യമാണ്. പിന്നെ സർക്കാരിനോടുള്ള ഒരു അപേക്ഷ, ഇങ്ങനെ കായിക താരങ്ങളുമായിട്ട് ഇതിനു മുമ്പും വരേണ്ടി വന്നിട്ടുണ്ട്, ഇപ്പോൾ വീണ്ടും വരേണ്ടി വന്നിട്ടുണ്ട്. ഇനിയൊരു ഇങ്ങനത്തെ ഒരു അവസ്ഥ മറ്റു കായിക താരങ്ങൾക്ക് ഉണ്ടാവരുത് എന്നുള്ള ഒരു അപേക്ഷയാണ്.
2010-14 കാലയളവിലെ സ്പോർട്സ് കോട്ട നിയമനത്തിനുള്ള റാങ്ക് ലിസ്റ്റിലുള്ളവരാണ് കഴിഞ്ഞ 17 ദിവസമായി സമരത്തിനിരുന്നത്. നീണ്ട 17 ദിവസത്തെ സഹന സമരത്തിനൊടുവിൽ സർക്കാർ കായിക താരങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കിയിരിക്കുകയാണ്. ഇനി ഇവർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് ഏത് രീതിയിൽ പാലിക്കപ്പെടുമെന്ന അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് സമരമാർഗങ്ങളിലേക്ക് പോവുക. എന്തായാലും കായിക താരങ്ങൾ 17 ദിവസത്തെ സമരം അവസാനിപ്പിച്ച് വീടുകളിലേക്ക് മടങ്ങുകയാണ്. ക്യാമറാമാൻ അഭിലാഷിനൊപ്പം എസ് ശാലിനി, ജനം, തിരുവനന്തപുരം. മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ച CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ജിന്നയുടെ ലീഗിന്റെ അക്രമശൈലി മുസ്ലിം ലീഗ് കേരളത്തിൽ പിന്തുടരുന്നു. ലീഗ് കാളകൂട വിഷം ചീറ്റുകയാണ്. കോഴിക്കോട്ടെ റാലിയിൽ പച്ചവർഗീയത പറയുന്നതിന് ഇതിന് തെളിവാണെന്നും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ കോടിയേരി വ്യക്തമാക്കി. CPM മുഖപത്രമായ ദേശാഭിമാനിയിലെ ലേഖനത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ മുസ്ലിം ലീഗിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. കോൺഗ്രസും മുസ്ലിം ലീഗും ദേശീയ തലത്തിലും കേരളത്തിലും നേരിടുന്ന അപജയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ലേഖനം. മുസ്ലിം ലീഗിന്റെ നിലപാടുകൾ മുഹമ്മദ് അലി ജിന്നയുടെ ലീഗിന് സമാനമാണെന്ന് കോടിയേരി ആരോപിക്കുന്നു. ബംഗാൾ വിഭജനത്തിന് കാരണമായത് അന്നത്തെ ലീഗിന്റെ തീവ്ര നിലപാടുകളായിരുന്നു. അത് വർഗീയ ലഹളയിലേക്ക് എത്തിക്കുകയും ചെയ്തു. സമാന രീതിയാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നത്. ഇതിന് തെളിവാണ് കോഴിക്കോട് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച വഖഫ് സംരക്ഷണ റാലി. പച്ചവർഗീയതയാണ് റാലിയിൽ മുസ്ലിം ലീഗ് വിളമ്പിയത്. LDF ഭരണമായതിനാലാണ് കേരളത്തിൽ ഒരു വർഗീയ ലഹള ഉണ്ടാകാത്തതെന്നും കോടിയേരി ബാലകൃഷ്ണൻ ലേഖനത്തിൽ പറയുന്നു. വഖഫ് വിഷയം ചർച്ച ചെയ്ത് ആശങ്കകൾ പരിഹരിച്ച് നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയതാണ്. എന്നിട്ടും ലീഗ് റാലി സംഘടിപ്പിച്ചത് വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടിയാണെന്നും ആരോപിക്കുന്നു. മുസ്ലിം രാഷ്ട്രമെന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്മാവ് മുസ്ലിം ലീഗിൽ പ്രവേശിച്ചിരിക്കുകയാണെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയെ ലീഗ് വെല്ലുവിളിക്കുകയാണെന്നും ലേഖനത്തിൽ പറയുന്നു. മുസ്ലിം ലീഗിനെ തീവ്ര വർഗീയ പാർട്ടിയായി മുദ്രകുത്തി രാഷ്ട്രീയമായി നേരിടാനാണ് CPM ശ്രമമെന്ന് കോടിയേരിയുടെ ലേഖനത്തിൽ നിന്ന് വ്യക്തമാണ്. ജനം, തിരുവനന്തപുരം. കൊല്ലം ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു. ചികിത്സാ പിഴവെന്നാരോപിച്ച ആശുപത്രിയിൽ പ്രതിഷേധം. കൊല്ലം ഡീസന്റ് മുക്ക സ്വദേശിനിയായ 27 വയസ്സുകാരി ചന്ദനയാണ് മരിച്ചത്. 2 ദിവസം മുൻപ് ആശുപത്രിയിൽ അഡ്മിറ്റായ ചന്ദനയെ ഇന്ന് പുലർച്ചെയോടെ ലേബർ റൂമിൽ പ്രവേശിപ്പിച്ചു. പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് 4 മണിയോടെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ചന്ദനയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ലേബർ റൂമിൽ ജൂനിയർ ഡോക്ടർമാരാണ് പ്രസവം നടത്തിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. രക്തസ്രാവം ഗുരുതരമായതോടെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ ആശുപത്രിയിൽ എത്തിയെന്നും ബന്ധുക്കൾ പറയുന്നു. സൂപ്രണ്ട് അറിയാതെയാണ് നവജാത ശിശുവിനെ ഡിസ്ചാർജ് ചെയ്തതെന്നും ആക്ഷേപമുണ്ട്. സംഭവത്തിൽ ഔദ്യോഗിക വിശദീകരണത്തിന് ആശുപത്രി അധികൃതർ തയ്യാറായില്ല. ജനം, കൊല്ലം. BJP പാലക്കാട് ജില്ലാ സെക്രട്ടറിയായിരുന്ന M. ലക്ഷ്മണൻ അനുസ്മരണ സമ്മേളനം പാലക്കാട് പല്ലശനയിൽ നടന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രവർത്തനത്തിലും ജനസേവനത്തിലും ഒരുപോലെ മികവ് പുലർത്തിയ വ്യക്തിയാണ് അദ്ദേഹമെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞു. BJP സംസ്ഥാന സെക്രട്ടറി C. കൃഷ്ണകുമാർ, ജില്ലാ അധ്യക്ഷൻ KM ഹരിദാസ്, ജില്ലാ ജനറൽ സെക്രട്ടറി P. വേണുഗോപാൽ, KG പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. കഠിനമായിട്ട് അധ്വാനം ചെയ്തു, പരിശ്രമിച്ചു. ചെറിയ ജീവിത സാഹചര്യത്തിൽ നിന്ന് ഉയർന്നു വന്നു ഈ നാട്ടിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിൽ ജീവിച്ച് അവരുടെ പ്രതിനിധിയായി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സാധാരണ ജനങ്ങളുടെ മനസ്സ് അവരുടെ ഇടയിൽ പ്രവർത്തിച്ചു അതിലൂടെ ഉയർന്നു വന്നു. എല്ലാ സ്ഥാനങ്ങളും നേടുമ്പോഴും തൻ്റെ കാൽ എവിടെയാണോ ഊന്നി നിന്നിരുന്നത് അവിടെ ഒരു മണ്ണും ചോരാതെ അദ്ദേഹം പ്രസ്ഥാനത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു. പ്രവാസി നേരം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും JanamTV.com സന്ദർശിക്കുക. നമസ്തേ.